അടുത്ത് എക്സാമ്പിൾ 7. A delivery company accepts only rectangular boxes. ഇത് സം ഓഫ് ഹുസ് ലെങ്ത് ആൻഡ് ഗിർത്ത് പെരിമീറ്റർ ഓഫ് ദ ക്രോസ് സെക്ഷനെയാണ് ഗിർത്ത് എന്ന് പറയുന്നത്. നോട്ട് എക്സീഡ് 108 ഇഞ്ച് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ആക്സെപ്റ്റബിൾ ബോക്സ് ഓഫ് ദ ലാർജസ്റ്റ് വോളിയം. അപ്പോൾ നമ്മൾ ഒരു ബോക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ്, ഇതാണ് ലെങ്ത്. പിന്നെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇത് വൈ, ഇത് സെഡ്. അപ്പം ഈ പെരിമീറ്റർ ഓഫ് ദ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, അതാണ് ഇത് അതും ഇതിൻ്റെ ലെങ്തും കൂടെ കൂടിയാൽ 108 ഇഞ്ചിൽ കൂടാൻ പാടില്ല. അതാണ്. അപ്പം അത് എന്ത് ചെയ്യണം? അതിൻ്റെ ആ കണ്ടീഷൻ, ഇത് ഗിർത്ത് എന്ന് പറയുന്നത് 2y + 2z ആണ്. ഇത് വൈ, ഈ വൈയും ഈ വൈയും, ഈ സെഡും ഈ സെഡും. അതാണ് പെരിമീറ്റർ ഓഫ് ദ ക്രോസ് സെക്ഷൻ. 2x 2y, അല്ല 2y 2z. പിന്നെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പം ഈ എക്സ് + 2y + 2z = 108 ആയിരിക്കും. അത് മാറിപ്പോകരുത്. അത് തന്നിട്ടുണ്ട്, അത് 108 ആയിരിക്കണം. ഇത് 108 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കണ്ട് ദ ലാർജസ്റ്റ് ബോക്സ് ആക്സെപ്റ്റഡ് ബൈ ദ ഡെലിവറി കമ്പനി എന്ന് പറയുന്നത് ഇതെന്തായിരിക്കും? ഈ എക്സ് + 2y + 2z 108 ആയിരിക്കണം. അതിൽ കൂടാൻ പാടില്ല. അതാണ്. ഓക്കെ. ഇനി നമുക്ക് വോളിയ കാണണ്ടേ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം = XYZ ആണ്. XYZ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഇതാണ് എക്സ്. 108 - 2y - 2z, അതാണ് എക്സ്, വൈ, സെഡ്. അപ്പോൾ വോളിയത്തിൻ്റെ ഫോർമുല കിട്ടി. വോളിയത്തിൻ്റെ ഫോർമുല ഇതാണ് വോളിയം. ഈ വോളിയം മാക്സിമം ആകുമ്പോൾ എക്സും വൈയും സെഡും എത്രയാണെന്ന് നമുക്കാണ്. മാക്സിമം വോളിയം എത്രയാണ്? എക്സും വൈയും സെഡും. അതിൻ്റെ എക്സ്ട്രീം പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇവിടെ നമ്മൾ എക്സ് ഇല്ല. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഇതിൽ പ്രധാന കാര്യം, ഇതിനകത്ത് വൈയും സെഡും ഉള്ളൂ. VY സെഡിനകത്ത് വൈയും സെഡും ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു വൈ സെഡിൻ്റെ ഫങ്ഷനായിട്ടാണ് എടുക്കുന്നത്. എക്സിന് പകരം വൈയും വൈക്ക് പോലെ സെഡും. അപ്പോൾ നമ്മൾ VY ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. VY = 0 എന്ന് എടുക്കുക, VZ = 0 എന്ന് എടുക്കുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ടും സെഡ് കൊണ്ടും ഡിഫറൻഷിയേറ്റ് = 0 എന്ന് എടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. ആ പോയിന്റ് ആയിരിക്കും എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാകുക. അപ്പം ക്രിട്ടിക്കൽ പോയിന്റ് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ, ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ 0 ആകണം. ഈ രണ്ട് ഇക്വേഷൻ 0 ആകുമ്പോൾ ഒന്നുകിൽ y = 0, z = 0. അത് 0 കിട്ടി, ഒന്നാമത്തത്. അല്ലെങ്കിൽ എന്തായിരിക്കും? y = ഈ ഇക്വേഷൻ ഇത് 0 ആകുക, ഇത് 0 ആകുക. എന്നിട്ട് z 0 അല്ലാതെ ഇത് 0 ആകുക. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എത്രയ്ക്കും? സെഡിൻ്റെ വാല്യൂ y 0 ആയി. ഇനി y 0 ആകും, ഇത് 0 ആവില്ല. അപ്പം 108 - 2z = 0. അപ്പം സെഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 54 ആയിരിക്കും. 54. ദെൻ അടുത്തത്, അപ്പം രണ്ടാമത്തെ ക്രിട്ടിക്കൽ പോയിന്റ്. മൂന്നാമത്തെ ക്രിട്ടിക്കൽ പോയിന്റ് സെഡ് 0. ഈ y 0 അല്ല. അപ്പോൾ വൈയുടെ വാല്യൂ 54. മൂന്നാമത്തെ ക്രിട്ടിക്കൽ പോയിന്റ് വൈയും സെഡും 0 ആകുന്നില്ല. വൈയും സെഡും 0 അല്ല. ഇത് രണ്ടും 0. അപ്പോൾ ഇത് രണ്ടും 0 ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുക. സെഡും വൈയും വേണ്ട, ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്താൽ 18 കിട്ടും. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയത് ഇത് രണ്ടും 0 ആണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 0, 0,
0 54 54 54 0 18 18. അത് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിന്റിൽ മാക്സിമം കിട്ടുന്നത് എവിടെയാണ്? അപ്പം 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 ആണ്, വോളിയം 0 ആണ്. ഇനി 0 54 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും വോളിയം 0 ആണ്. ഇനി 54 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം 0 ആണ്. അപ്പോൾ ഈ 3 പോയിന്റിലും അല്ല നമുക്ക് മാക്സിമം കിട്ടുക. അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും. ഈ പോയിന്റിൽ മാക്സിമം ആണോ മിനിമം ആണോ അതോ സാഡിൽ പോയിന്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് 18 18ൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പോലെ തന്നെ ഡിസ്ക്രിമിനൻ്റ് കാണണം. VYY മൈനസ് 4Z VYY. നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്ത് YY ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും കണ്ടുപിടിച്ചു, ഇതും കണ്ടുപിടിച്ചു. എന്നിട്ട് ഡിസ്ക്രിമിനൻ്റ് എന്താണ്? ഡിസ്ക്രിമിനൻ്റ് ഇതാണ് ഡിസ്ക്രിമിനൻ്റ്, ഇതാണ് ഡിസ്ക്രിമിനൻ്റ്. ഇനി ഡിസ്ക്രിമിനൻ്റ്, ഇത് ഡിസ്ക്രിമിനൻ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് 18 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 18 18 ഡിസ്ക്രിമിനൻ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 18 18 ഡിസ്ക്രിമിനൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വാല്യൂ കിട്ടും. ഇത് പോസിറ്റീവാണ്. അതുപോലെ തന്നെ 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ VY എന്തായിരിക്കും? VYY 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നെഗറ്റീവാണ്. അപ്പം VY നെഗറ്റീവും ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവും ആണെങ്കിൽ ഈ 18 18 എന്തായിരിക്കും? മാക്സിമം വാല്യൂ തരും. അതാണ് നിങ്ങൾ നോക്കേണ്ടത്, മാറിപ്പോകരുത്. ഇത് നെഗറ്റീവും VYY നെഗറ്റീവും ഇത് പോസിറ്റീവും, ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവും ആണെങ്കിൽ 18 18 gives maximum value. The dimension of the packets are x, y എന്താണ്? Y 18, Z 18, x അതിൽ നിന്ന് കണ്ടുപിടിക്കാം 36, x 36. ഇതുണ്ടോ? ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ x 36, y 18, Z 18. അങ്ങനെയാണെങ്കിൽ വോളിയം എത്രയായിരിക്കും? ഇതാണ് വോളിയം 11664 ഇഞ്ച് ക്യൂബ്. 36 × 18 × 18 അതായിരിക്കും. അതിൻ്റെ മാക്സിമം വോളിയം കിട്ടണമെങ്കിൽ x = 36, y = 18, z = 18. അപ്പോൾ ഇതിൻ്റെ സം എത്രയായിരിക്കും? ഇതിൻ്റെ ആക്സെപ്റ്റബിൾ ഏരിയ വോളിയം മാക്സിമം ആകുമ്പോൾ നമുക്ക് എക്സും വൈയും സെഡും കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് നോക്കുക. ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്യുവാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ എ ബി ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ, മാക്സിമം ആണെങ്കിൽ ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവും FX നെഗറ്റീവും ആയിരിക്കണം മാക്സിമം. മിനിമം ആകുമ്പോഴും ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവും FX പോസിറ്റീവ് ആയിരിക്കണം. ഇനി ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ സാഡിൽ പോയിന്റ് ആയിരിക്കും. ഡിസ്ക്രിമിനൻ്റ് 0 ആണെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് പ്രോബ്ലം. ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. അപ്പം ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമം, സാഡിൽ പോയിന്റ് ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. f(x, y) തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? f(x) കണ്ടുപിടിക്കണം. ഇതാണ് f(x). അതുപോലെ തന്നെ f(y) കണ്ടുപിടിക്കണം. എന്നിട്ട് f(x) = 0 എന്ന് കൊടുക്കുമ്പോൾ f(x) = 0യും f(y) = 0യും കൊടുക്കുമ്പോൾ ഈ രണ്ട് ഇക്വേഷനും, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ x = -3, y = 3 എന്നാണ് കിട്ടുക. 3 എന്ന് കിട്ടും. x = -3, y = 3 എന്ന് കിട്ടും. fx = 0, fy = 0 എന്ന് സോൾവ് ചെയ്യുമ്പോൾ x = 3, y = 3 എന്ന് കിട്ടും. അപ്പം x = -3, y = -3 3 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. എന്നിട്ട് നമ്മൾ fxx കാണുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക, fyy കാണുക, fxy കാണുക.
എന്നിട്ട് ഡിസ്ക്രിമെൻ്റ് കാണുക. ഡിസ്ക്രിമെൻ്റ് ഇവിടെ പോസിറ്റീവാണ്, FXXും പോസിറ്റീവാണ്, രണ്ടും പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഈ -3 എന്തായിരിക്കും? മിനിമം വാല്യൂ ആയിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് എക്സിന് -3യും വൈക്ക് 3യും കൊടുത്തു കഴിഞ്ഞാൽ f of -3 എന്തായിരിക്കും? -5. ഇത് കിട്ടി. അതാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന അവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റിൽ -3 മിനിമം വാല്യൂ ആണ് കിട്ടുന്നത്, അത് -5 ആണ്. ഇത് നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇതാണ് f of x തന്നിട്ടുണ്ട്. ഉടനെ നമ്മൾ f of x = 0 എന്ന് എഴുതുക, f of y = 0 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് രണ്ടും കൂടെ സോൾവ് ചെയ്തുമ്പോൾ x = 2/3 y = 4/3 കിട്ടും. അപ്പോൾ 2/3 4/3 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ദെൻ FXX കാണുക, FYY കാണുക, FXY കാണുക. ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവാണ്, FXX നെഗറ്റീവാണ്. അതുകൊണ്ട് മാക്സിമം വാല്യൂ ആണ്. 2/3 4/3 മാക്സിമം വാല്യൂ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. അതാണ്. ദെൻ തേർഡ് പ്രോബ്ലം f of xy ഇതാണ്. അപ്പം fx = 0 എന്ന് കാണുക, fy = 0 എന്ന് കാണുക. അപ്പോൾ x = -2 y = 1. -2 1 ആണ്. ഇനി FXX കാണുക, FYY കാണുക, XY കാണുക. XY = 1. അപ്പം ഡിസ്ക്രിമെൻ്റ് ഇവിടെ നെഗറ്റീവാണ്. ഡിസ്ക്രിമെൻ്റ് നെഗറ്റീവ്. അതുകൊണ്ട് സാഡിൽ പോയിന്റ് ആയിരിക്കും. ഡിസ്ക്രിമെൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ മാക്സിമം മിനിമം വരും, നെഗറ്റീവ് ആണെങ്കിൽ സാഡിൽ പോയിന്റ്. അടുത്ത പ്രോബ്ലം 4. f of xy തന്നിട്ടുണ്ട്. അപ്പം fx കാണുക, fy = 0 എന്ന് കാണുക. അപ്പം ക്രിട്ടിക്കൽ പോയിന്റ് ഇതാണ്. FXX കാണുക, FYY കാണുക, FXY കാണുക. എന്നിട്ട് ഡിസ്ക്രിമെൻ്റ് കാണുക. ഡിസ്ക്രിമെൻ്റ് -25 <0 ആണ്. അതുകൊണ്ട് ഈ പോയിന്റിൽ സാഡിൽ പോയിന്റ് ആണ്. അടുത്തത് f of xy തന്നിട്ടുണ്ട്. fx കാണുക, fy കാണുക. അപ്പോൾ x = 3 y = 3/2 കിട്ടി. ഇനി FXX, FYY, FXY. ഡിസ്ക്രിമെൻ്റ് പോസിറ്റീവാണ്. ഡിസ്ക്രിമെൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ FXX കാണണം. FXX എത്രയാണ്? FXX ഇവിടെ നെഗറ്റീവാണ്. FXX നെഗറ്റീവും ഡിസ്ക്രിമെൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ മാക്സിമം ആയിരിക്കും, ലോക്കൽ മാക്സിമം ആയിരിക്കും. അപ്പം 3 3/2 ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f of 3 3/2 17/2 ആവും. ദെൻ 7th പ്രോബ്ലം f of xy തന്നിട്ടുണ്ട്. fx കാണുക, fy കാണുക. അപ്പോൾ x = 2 y = -1 കിട്ടും. FXX കാണുക, FYY കാണുക, FXY കാണുക. ഡിസ്ക്രിമെൻ്റ് പോസിറ്റീവ് ആണ്. തന്നിരിക്കുന്ന വാല്യൂവും FXXും പോസിറ്റീവാണ്. അപ്പം ലോക്കൽ മിനിമം ആയിരിക്കും. ഇവിടെ നമ്മൾ 2 - 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും, ലോക്കൽ മിനിമം. അടുത്ത് 8th പ്രോബ്ലം f of xy ഇതാണ്. അപ്പോൾ f of x = 0, f of y = 0 എന്ന് കൊടുക്കുക. അപ്പോൾ x = 1, y = 0 എന്ന് കിട്ടും. 1 0 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ദെൻ FXX കാണുക, FYY കാണുക, FXY കാണുക. ഡിസ്ക്രിമെൻ്റ് പോസിറ്റീവ്. അതുപോലെ തന്നെ FXXും പോസിറ്റീവാണ്. ഇതാ FXX 2 ആണ്, പോസിറ്റീവാണ്. അപ്പം മിനിമം വാല്യൂ ആയിരിക്കും. 1 0യിൽ മിനിമം വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 0 കൊടുത്താൽ f of 1 0 0 ആണ്. ഓക്കെ, നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.